ആദ്യഘട്ടത്തിലെ റെക്കോർഡ് പോളിംഗിന് ശേഷം പശ്ചിമബംഗാളിൽ ഇപ്പോൾ രണ്ടാം ഘട്ട പോളിംഗ് ആരംഭിച്ചു. സംസ്ഥാനത്ത് ആകെയുള്ള 294 സീറ്റുകളിൽ 142 മണ്ഡലങ്ങളാണ് ഇന്ന് വിധി എഴുതുന്നത്. തുടർച്ചയായി 4ാം തവണയും അധികാരം നിലനിർത്താനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ശ്രമം. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ബംഗാളിൽ സർക്കാർ രൂപീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ബി. കോൺഗ്രസും മത്സരത്തിലുണ്ടെങ്കിലും പ്രധാന പോരാട്ടം തൃണമൂലും ബി തമ്മിൽ തന്നെയാണ്. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന് ഇന്ന് ഏറെ നിർണായകമാണ്. ഏപ്രിൽ 23 നടന്ന ഒന്നാം ഘട്ടത്തിൽ വടക്കൻ ബംഗാളിലെ 152 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. അവിടെ രേഖപ്പെടുത്തിയ 93.17% പോളിംഗ് ആയിരുന്നു. ബി.ജെ.പിക്കും തൃണമൂലിനും ഒരേപോലെ വലിയ പ്രതീക്ഷയാണ് ഇത് നൽകുന്നത്. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദക്ഷിണ ബംഗാൾ കഴിഞ്ഞ 15 വർഷമായി തൃണമൂലിന്റെ ഉരുക്കുകോട്ടയാണ്. ഇന്ന് പോളിംഗ് നടക്കുന്ന പ്രധാന മണ്ഡലങ്ങളിൽ ഒന്ന് ഭവാനിപൂരാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് ഈ മണ്ഡലത്തിൽ. 2021 നന്ദിഗ്രാമിൽ മമതയെ തോൽപ്പിച്ച സുവേന്ദു അധികാരിയുമായുള്ള ഈ പോരാട്ടത്തെ തിരഞ്ഞെടുപ്പ് യുദ്ധങ്ങളുടെ മാതാവ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ 1000-ൽ-അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുവേന്ദു അധികാരി മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയിരുന്നു. 1956 വോട്ടുകൾക്കാണ് മമതാ ബാനർജി സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടു. പിന്നീട് ഭവാനിപൂർ മണ്ഡലത്തിൽ വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മമതാ ബാനർജിക്കായി വഴിമാറിക്കൊണ്ട് രാജി കൊടുക്കുകയായിരുന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 58,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു മമതയുടെ വിജയം. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് പാനിഹാട്ടിലാണ്. വിവാദമായ ആർജിക്കർ മെഡിക്കൽ കോളേജ് പീഡനക്കേസിലെ ഇരയുടെ അമ്മയെയാണ് ബി അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. തൃണമൂലിന്റെ തീർത്ഥാങ്കർ ഘോഷാണ് രത്ന ദേബാദിന്റെ എതിരാളിയായി വരുന്നത്. ബംഗാളിൽ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മികച്ച പ്ലാനിങ്ങോടെയാണ് ബി സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. സുവേന്ദു മമതാ പോരാട്ടം നടക്കാൻ പോകുന്ന ഭവാനിപൂർ തന്നെയാകും സമീപകാല ഇലക്ഷനുകളിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രവും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മുമ്പ് 2011 സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടായത്. 84.72% അന്നത്തെ പോളിംഗ്. CPM നയിക്കുന്ന ഇടതുമുന്നണിയുടെ 34 വർഷത്തെ തുടർച്ചയായ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേറിയത് ഈ തെരഞ്ഞെടുപ്പിലാണ്. ഇത്തവണ മമതയെ അട്ടിമറിക്കാൻ ബി.ജെ.പിക്ക് കഴിയും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ 294 അംഗങ്ങളുള്ള സഭയിൽ 38% വോട്ട് നേടി 65 MLA-മാരെ വിജയിപ്പിച്ചെടുക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. പിന്നീട് നടന്ന 2024 ലോക്സഭാ ഇലക്ഷനിൽ 12 MP-മാരെയും ബി.ജെ.പി വിജയിപ്പിച്ചു. എന്നാൽ ഇന്ന് പോളിംഗ് നടക്കുന്ന കൊൽക്കത്ത, ഹൗറ, നോർത്ത് സൗത്ത് 24 പർഗാനാസ്, നാദിയ, ഹൂഗ്ലി തുടങ്ങിയ ജില്ലകളടങ്ങുന്ന ദക്ഷിണ ബംഗാൾ ബി.ജെ.പിക്ക് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഭരണം പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടികയിൽ നടന്ന കൂട്ടത്തോടെയുള്ള പേര് വെട്ടിമാറ്റലുകൾ ഈ ഘട്ടത്തിൽ വലിയ വിവാദമായിട്ടുണ്ട്. നോർത്ത് 24 പർഗാനാസിൽ 12 ലക്ഷവും സൗത്ത് 24 പർഗാനാസിൽ 11 ലക്ഷവും ആളുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കൊൽക്കത്തയിൽ മാത്രം 7 ലക്ഷത്തോളം പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം എന്നത് ഈ ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവും വോട്ടായി മാറുമെന്ന് ബി.ജെ.പി പ്രതീക്ഷിക്കുമ്പോൾ വികസന നേട്ടങ്ങളും ദക്ഷിണ ബംഗാളിലെ സ്വാധീനവും തങ്ങളെ വീണ്ടും തുണയ്ക്കുമെന്ന് മമതാ ബാനർജി വിശ്വസിക്കുന്നു. വോട്ടെണ്ണൽ മെയ് 4-നാണ് നടക്കുന്നത്.